വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവജനത്തോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം ദൈവജനം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉണർവ് വരണം. 1000 ദിവസമായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രയർ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനേക അപ്പോസ്തലന്മാർ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ വേദപുസ്തകത്തിൽ അന്തിമമായൊരു ഉണർവിനെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും വ്യക്തമായ സൂചനകൾ അതിനെക്കുറിച്ച് കർത്താവ് തരുന്നുണ്ട്. അത് എപ്പോൾ എങ്ങനെ നടക്കുമെന്നൊക്കെ ഒരു സൂചനകൾ നമുക്ക് ലഭിക്കും. ഞാൻ ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ഒരു ഉണർവ് പ്രസംഗമല്ല, ഉണർവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഉണർവ് പ്രസംഗത്തിൽ എനിക്ക് താല്പര്യമില്ല. അതിന്റെ കാരണം മനസ്സിലാക്കി പോകണം എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വേദപുസ്തകത്തിൽ പ്ലെയിനായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ വളച്ച് എഴുതിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നതിനുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്ക് ആദ്യം മുതലേയുള്ള ഏറ്റവും വലിയ പ്രയാസവും അവരുടെ ആഗ്രഹവും ഇസ്രായേലിന് രാജ്യ യഥാസ്ഥാനത്തായി കൊടുക്കുന്ന അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് യേശു മരിച്ചു കഴിഞ്ഞ അവരുടെ വിഷയം ഇതാണ്. ഈ കാലത്തിലാണോ നീ ഇസ്രായേലിന്, ലോകത്തെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല, ഇസ്രായേലിന് യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന വിഷയം പറയുന്നു. അപ്പോൾ അതൊക്കെ പ്രവചന വിഷയങ്ങളായതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ യേശു അതിന് പറയുന്ന മറുപടി ശരിക്കും പറഞ്ഞാൽ രസകരമാണ്. യേശു പറഞ്ഞത് അറിയേണ്ട കാര്യമില്ല, കാരണം അതെന്റെ പിതാവിന്റെ ഇതിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ യേശു മരിക്കുന്നതിന് മുമ്പ് അവിടെ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു എനിക്കറിയത്തില്ല എന്ന് പറയുന്നില്ല. കാരണം യേശു ഇപ്പോൾ ദൈവമാണ്, തന്റെ ദൈവത്വം അവനെ തിരിച്ചു വിട്ടു. യേശു കൃത്യമായിട്ട് പറയുകയാണ്, ഇത് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പിന്നെ പറയുന്ന 8-ാമത്തെ വാക്യം ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അതിനെക്കുറിച്ച് കർത്താവ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന 8-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറയും. ഇതും അതുമായിട്ട് എന്താ ബന്ധം? എനിക്ക് മനസ്സിലായില്ല ആദ്യം. അവര് ഏകദേശം ലോകാവസാനമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുന്ന കാര്യം പറഞ്ഞപ്പം ഇവിടെ യേശു പറയുന്ന വേറെ വിഷയം. സമയം നിങ്ങൾ അറിയണ്ട, എന്നാ ലക്ഷണം ഞാൻ പറയാമെന്ന കർത്താവ് പറഞ്ഞത്. അതെന്താ ലക്ഷണമാണ്? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, എന്നിട്ട് നിങ്ങൾ ലോകം മുഴുവൻ എന്റെ സാക്ഷികളാവും. അപ്പൊ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, ലോകം മുഴുവൻ ഇന്ന് സാക്ഷികളായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലുള്ള 6.5 ലക്ഷം ഗ്രാമങ്ങളിൽ ഇനിയും ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ യേശുവിനെ അറിയാത്തതുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനോ? ഇന്നും കോടാനുകോടി ആളുകൾ യേശുവിനെ അറിയാത്തവരുണ്ട്. ഞാൻ ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ, ഇവിടെ നമ്മുടെ നാട്ടിൽ വരുന്ന ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ സുവിശേഷം പറഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട്. യേശു എന്ന് പറയുമ്പോൾ അവര് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. ശരിക്കും അങ്ങനെ ഒരു പേര് അവരുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നുള്ളത് വലിയ സത്യമാണ്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഇന്ത്യയിൽ പോലും ഒരുപാട് പേര് യേശു എന്ന പേര് കേട്ടിട്ടില്ല. സുവിശേഷം എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നടന്നോ? തീർച്ചയായിട്ടും നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഉണർവ് എപ്പോൾ വരും? നമുക്ക് മത്തായി 24 അതിന്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശു മത്തായി 24 ലോകാവസാനവും യേശുവിന്റെ വരവും ഒക്കെ 2-3 വിഷയങ്ങളെയാണ് എടുത്ത് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യേശു എപ്പോൾ വരുമെന്നുള്ള ഇതിനു മുമ്പത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം. എന്നാലേ നിങ്ങൾക്കത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ പ്രയാസമാണ്. ഇതിനകത്ത് കർത്താവ് ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചതിന് ഉത്തരം പറയുകയാണ്. അവിടെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും രാജ്യങ്ങളുടെ എതിർപ്പ്, ക്ഷാമവും ഭൂകമ്പവും, പിന്നെ വരുന്ന ക്രിസ്തീയ പീഡനങ്ങളും ഒക്കെ, പിന്നെ കള്ളപ്രവാചകന്മാർ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം 14-ാമത്തെ വാക്യം ആ ലോകാവസാനമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ എപ്പോഴാണ് അവസാനം വരുന്നത്? നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോകുമെന്ന് കർത്താവ് പറഞ്ഞത് എപ്പോഴാണ്
സാക്ഷാത്കരിക്കപ്പെടുന്നത് വലിയ കൊടിയ പീഡനങ്ങളുടെ മധ്യത്തിലാണ്. അത് ഏത് കാലഘട്ടമാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഏറ്റവും അവസാനത്തെ പോയിന്റായിട്ട്, ഈ കഷ്ടങ്ങളുടെ നടുവിൽ, ഏറ്റവും പ്രയാസങ്ങളുടെ നടുവിൽ, കള്ളപ്രവാചകന്മാരുടെ നടുവിൽ, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നതിന്റെ നടുവിൽ, അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞതിന്റെ നടുക്ക് സംഭവിക്കുന്ന കാര്യമാണ് രാജ്യത്തിന്റെ സുവിശേഷം ഈ സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോൾ ലോകത്തിന്റെ അവസാനത്തോളം യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയോ ഉണർവുകൾ വന്നു. ലോകം മുഴുവൻ ഒരിക്കലും ദൈവവചനം പരന്നിട്ടില്ല. ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സമയങ്ങളിൽ ഭയങ്കരമായ ഉണർവുകൾ വന്നു. എന്നാൽ ഈ ഉണർവുകളിലൊന്നും ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം എത്തിയിട്ടില്ല. എന്നാൽ അന്ത്യസമയം, ലോകത്തിന്റെ അവസാനത്തിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഭൂലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോൾ അവസാനം വരുന്നതിന് മുമ്പ് ഒരു വലിയ ഉണർവ് ഈ ലോകത്തിലുണ്ടാവും. അതാണ് അവിടെ പറയുന്നത്. ഒരിക്കലും ഉണർവില്ലാതെ അവസാനത്തെ മനുഷ്യൻ സുവിശേഷം കേൾക്കത്തില്ല. അതൊക്കെ എപ്പോഴും അവിടെ എവിടെയും ഇരിക്കും. ഒരിടത്ത് കഴിഞ്ഞ് പിന്നെ 100 വർഷം കഴിഞ്ഞ് അടുത്തടുത്ത് വരുന്നത്. അതിനിടയ്ക്ക് പുതിയ ജനറേഷൻ ആ സ്ഥലത്ത് വന്നാൽ അവൻ കേട്ടിട്ടില്ലല്ലോ. വേൽസിലെ ഉണർവ് ഉണ്ടായി, പക്ഷേ അത് കഴിഞ്ഞ് വന്ന എത്ര ജനറേഷൻ അവിടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. അവർക്ക് ദൈവമില്ല, ദേവനും ഇല്ല, ഒന്നുമില്ലാതെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഒരേ സമയത്ത്, ഒരേ കാലഘട്ടത്തിൽ ലോകം മുഴുവനായിട്ട് വ്യാപിക്കുന്ന ഒരു ഉണർവിനെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. അത് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ കഷ്ടകാലത്തിന്റെ അങ്ങേയറ്റം, വളരെ പ്രയാസത്തിന് നടുക്കൂടെ സഭ പോകുമ്പോൾ, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന ഒരു കാലം വരുമ്പോൾ, ആ കാലത്തിൽ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ വരെ യേശുവിനെ കുറിച്ച് അറിയും. ദൈവസഭയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ നമ്മൾ വിജയിക്കും. ഈ ലോകത്തിന്റെ ഈ യുഗം അവസാനിക്കും. ഇനി ഇതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 2-ാം അധ്യായം 17-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. ഇത് നിങ്ങൾക്കറിയാം ഇതെന്താണെന്നുള്ളത്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ആ ഒരു സമയത്തിന്റെ തുടക്കമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. കാരണം അത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വ്യക്തിത്വമായി അന്ന് കാത്തിരുന്ന 120 പേരുടെ മുകളിലേക്ക് വന്നപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ആ വലിയ ശബ്ദ കോലാഹലങ്ങൾക്കും അന്യഭാഷകൾക്കും കൃപാവരങ്ങൾക്കും നടുവിൽ അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ പത്രോസ് പറഞ്ഞ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, പത്രോസ് പറഞ്ഞ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. പിന്നെയും ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അന്ത്യകാലമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും അവസാന ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത്. പക്ഷെ എന്നാൽ പത്രോസ് പറയാണ്, ഇല്ല, ഇതിപ്പോൾ സംഭവിച്ചു. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അന്നും ഇന്നും നടന്നിട്ടില്ല. എന്താണ് അതിനകത്ത് നടക്കാത്തത്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ചിലരൊക്കെ പ്രവചിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറ പ്രവചിക്കുകയോ ഇല്ലയോ എന്ന് പറയാൻ പോലും പറ്റാത്ത തലമുറയാണ്. നിങ്ങളുടെ യൗവനക്കാൾ ദർശനങ്ങൾ ദർശിക്കും. അപൂർവമായിട്ട് പോലും കാണാറില്ല. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ നോക്കിയാൽ 2000 വർഷം മുമ്പ് തുടങ്ങിയത് ഇന്നും പാർഷ്യലായിട്ട് മാത്രമേ നടക്കുന്നില്ല എന്നുള്ളതല്ല. എന്താണോ ദൈവം പറഞ്ഞത് അതിന്റെ പാർഷ്യലായിട്ട് മാത്രമേ ആ കാര്യങ്ങൾ നടക്കൂ. ഭാഗികമായിട്ട് വളരെ കുറച്ച് മാത്രം. എന്നാൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന, അത് കഴിഞ്ഞ് ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. ഇതൊക്കെ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ലോകവ്യാപകമായ ഒരു ഉണർവിനെയല്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ലോകം മുഴുവൻ നടുങ്ങിപ്പോകുന്ന ഒരു ഉണർവ്, സകല ജഡവും കാണത്തക്ക രീതിയിലുള്ള ഉണർവ്, സകല മനുഷ്യരും കാണുന്ന ഒരു ഉണർവ്, അത്ഭുതങ്ങളും അടയാളങ്ങളുമായുള്ള ഒരു ഉണർവ്,
അതിനെക്കുറിച്ചല്ലേ കർത്താവ് ഇവിടെ പറയുന്നത്. അതിന് തുടക്കമിട്ടു എന്ന് നമുക്കറിയാം. നാമും പെന്തക്കോസ്തുകാരായിട്ടുള്ള സഭകളിലുള്ള എല്ലാവരും ഇത്തരം അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും നടുക്കിരിക്കുന്നവരാ. നല്ല സഭകളിലൊക്കെ ഉള്ളവരെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതിന്റെ 20-ാമത്തെയും 21-ാമത്തെയും വാക്യമാണ്, 20-ാമത്തെ വാക്യമാണ് എനിക്ക് ശ്രദ്ധയിൽ വന്നത്. കർത്താവിന്റെ വലിയതും പ്രസിദ്ധമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഈ വാക്യം ഒരുപാടടുത്ത് എഴുതിയിട്ടില്ല. ഇത് എഴുതിയിട്ടുള്ളത്, ഞാൻ എന്താ പറയാൻ പോകുന്നുള്ളതിന്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി. ഇത് എഴുതിയിട്ടുള്ളത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന്, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 2, ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് എപ്പോഴാണ് റിയലി സംഭവിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളയിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവന്മാരും ബലവാന്മാരും സകലദാസന്മാർ സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവേ. സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഇതേതാ സന്ദർഭം? 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ തൊട്ട് പറയുന്ന വാക്യങ്ങൾ യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കാൻ വരുന്ന വാക്യമാണത്. അതിന്റെ അവസാനത്തിലാണ് ഇപ്പോൾ കുഞ്ഞാടിന്റെ മുഖം കാണാതെ വണ്ണം മഹാകോപ ദിവസം വന്നു എന്നൊക്കെ പറയുന്നത്. കർത്താവിനെ അവർ കാണത്തക്ക രീതിയിൽ കർത്താവ് വന്നതുകൊണ്ടാണ് പറയുന്നത്. അത് ദൈവസഭയെ ചേർക്കാനായിട്ടാണ് വന്നത്. അതറിയണമെങ്കിൽ നിങ്ങൾ 24-31 വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കാര്യം തന്നെയാണ് അപ്പോസ്തല പ്രവർത്തികളിൽ യോവേൽ പറയുന്നത്. എന്താണ് പറയുന്നത്? കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. അപ്പോൾ എപ്പോഴാണ് ഉണർവ് നടക്കുന്നത്? കർത്താവിന്റെ ആ വലിയ നാൾ വരുന്നതിന് മുമ്പാണ്. അതിനോട് നമ്മൾ അടുക്കുന്നുണ്ട്. ഉണർവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ പോവുക. എന്നാൽ രസകരമായ ഒരു കാര്യം, ഇത് നടക്കുന്നത്, അതായത് അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു വെള്ളക്കുതിരയുണ്ട്. ആ വെള്ളക്കുതിരയും അതിന്റെ മേലിരിക്കുന്ന ഒരുത്തനുമുണ്ട്. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവനെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് അന്തിക്രിസ്തു ആണെന്ന്. അന്തിക്രിസ്തു എന്താണ് വന്ന ശേഷം ചെയ്യുന്നുള്ളത് നിങ്ങൾ വെളിപ്പാട് 13-ാം അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കണം. എന്റെ നേരത്തെയുള്ള വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഞാൻ വിശദീകരിക്കേണ്ട കാര്യം വരത്തില്ല. അപ്പോൾ അന്തിക്രിസ്തു ഇവിടെയുള്ളപ്പോൾ, മഹാപീഡനം നടക്കുമ്പോൾ, അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും ചേർന്ന് ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇന്ന് ഭൂമി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ഉണർവ് സംഭവിക്കാൻ പോകും. അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ പിടിച്ചു എങ്ങനെ ഉണർവുണ്ടാവും. നമ്മൾ വല്ല ഗുഹയ്ക്കകത്ത് കയറി പതുങ്ങി ഒളിഞ്ഞിരിക്കേണ്ട സമയത്താണ്. അവനെ പേടിച്ച് ഒന്നും വാങ്ങിക്കാൻ വയ്യ, വിൽക്കാൻ വയ്യ, അങ്ങനെ വളരെ കഷ്ടത്തിൽ കൂടെ പോകുന്ന ഒരു സമയത്താണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉണർവ്, അതായത് ഏറ്റവും അവസാനത്തെ മനുഷ്യൻ സുവിശേഷം കേൾക്കാൻ പോകുന്ന ഉണർവ് കേൾക്കുന്നത് പ്രൈസ് ദി ലോർഡ് അന്തിക്രിസ്തു ഈ ഭൂമിയെ വാഴുന്ന ആ കാലത്ത് തന്നെയാണ്. അതിനുശേഷമാണ് ദൈവസഭ അതിന്റെ നടുഭാഗം വെച്ച് ഇവിടുന്ന് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രയർ ഡിപ്പാർട്ട്മെന്റ് 1000 ദിവസമായിട്ട് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ സ്പിരിച്വൽ വാർഫെയറുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ അങ്ങുമെങ്കും സഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഇതൊന്നും അറിയുന്നില്ല, ഉറക്കത്തിലാണ്. എന്നാൽ ദൈവാത്മാവുള്ളവരെല്ലാം ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ എതിർപ്പുകൾ ക്രിസ്ത്യാനികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇന്ത്യയെ മാത്രമാണെന്നില്ല, യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ക്രിസ്ത്യാനികളോടുള്ള ക്രിസ്തീയ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പലരും ഇസ്ലാമിക് തീവ്രവാദികൾ ആസ്ത്രയിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ എല്ലാം നടക്ക് അന്ധകാര ശക്തി ഈ ഭൂമിയെ ഭരിക്കുന്ന കാലത്ത് ദൈവം വലിയൊരു ഉണർവായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ശത്രു ശക്തിയോടെ വരുമ്പോഴാണ് അതിനേക്കാൾ ശക്തിയുടെ പരിശുദ്ധാത്മാവ് തന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തി കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ഈ സഭയെ ജയിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അധികാരം ലഭിച്ചവനാണെങ്കിലും അന്തിക്രിസ്തുവിനെ എങ്ങനെയാണ്? അവന് ദൈവം അധികാരം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 13-ാം അധ്യായത്തിൽ
പറയുന്നുണ്ട്. അവന് മഹാസർപ്പം തന്റെ ശക്തി അധികാരവും കൊടുത്തു. പിന്നെ അതിനുശേഷം ഹല്ലേലൂയ അതിന്റെ 7-ാം അധ്യായം, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പം ദൈവം അവന് അധികാരം കൊടുത്തിരിക്കുക. സാത്താന്റെ സർപ്പം ഈ ആന്റിക്രൈസ്റ്റിന് അധികാരം കൊടുത്തിരിക്കുക. ദൈവസഭയുടെ വിശുദ്ധന്മാരെ വരെ ജയിപ്പാനായിട്ട് ദൈവ അധികാരം കൊടുത്തിരിക്കുക. അങ്ങനെ സാത്താൻ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആണ് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉണർവ് നടക്കാൻ പോകും. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. 1-ാം നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തിയെ പോലെ ദുഷ്ടന്മാർക്ക് ദൈവസഭയെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ മനുഷ്യര് മാത്രമാണ്. എന്നാൽ മഹാസർപ്പം ഡയറക്റ്റ് തന്റെ ശക്തിയും അധികാരവും പകർന്നു കൊടുത്ത ഒരു മനുഷ്യൻ, ആന്റിക്രൈസ്റ്റ്, ആ മനുഷ്യന് അതൊന്നുമില്ലായിരുന്ന മനുഷ്യരവരുടെ മുഴുവൻ ശക്തി കൊണ്ടും നോക്കിയിട്ട് ഭയങ്കര ക്രൂരമായ പീഡനങ്ങൾ നടത്തിയിട്ട് ദൈവസഭ യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 മുകളിൽ വർഷമായിട്ട് BJP ഭരിക്കുന്നത്. ഭാരതം മുഴുവൻ അവര് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു, ആരും യേശുവിനെ അറിയാതിരിക്കാൻ. പക്ഷെ അവരുടെ കാലത്താ സത്യത്തിൽ സഭ വളരുന്നത്. കാരണം സാത്താൻ ഒരിക്കലും ദൈവസഭയെ ഒതുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ ഒരു ശക്തിക്കും അവന്റെ ഒരാളിനും അവന്റെ ഒരു വക്താക്കൾക്കും ദൈവസഭയെ ഒതുക്കാൻ കഴിയത്തില്ല. ഇനി സാക്ഷാൽ സാത്താൻ ഈ ഭൂമിയെ ഭരിക്കുന്ന കാലത്തും ദൈവസഭയെ ഒതുക്കാൻ കഴിയത്തില്ല. കഷ്ടത്തിൽ കൂടെ കടന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ നമ്മളൊരു വലിയ ഉണർവ് കാണാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുക ആന്റിക്രൈസ്റ്റിന്റെ ഒക്കെ വെളിപ്പെടൽ വളരെ അടുത്തായി. ഉണർവിന്റെ കാലങ്ങളും അടുത്തു, ആന്റിക്രൈസ്റ്റിന്റെ വരവും അടുത്തു. ലോകത്തിന്റെ ഈ യുഗത്തിന്റെ ദൈവസഭ എടുക്കപ്പെടാനുള്ള സമയമായി. പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത് ആന്റിക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടുമെന്നാണ്. എന്നാൽ അത് സത്യമല്ല. ദൈവജനം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 6-ാം മുദ്ര പൊട്ടിക്കുന്നവരെ ദൈവസഭ ഇവിടെ കാണും. എന്നാൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുകയും അതിനുശേഷമുള്ള സംഭവങ്ങളിലും 7 കാഹളങ്ങളിലും ദൈവസഭ ഇവിടെ കാണത്തില്ല. ഇതാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലരും അത് കേട്ടു വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അതിനെതിരെ പറയാനായിട്ട് അവർക്ക് മറ്റു കാരണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതും കൂടെ കേൾക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവസഭ എടുക്കപ്പെടുവാനുള്ള സമയങ്ങൾ അടുത്തു വരികയാണ്. എന്നാൽ അതിനു മുമ്പ് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത മഹാകഷ്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമെന്ന് മത്തായി 24 കർത്താവ് പറഞ്ഞിരിക്കുന്നു. ലോകം കണ്ടിട്ടില്ലാതെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മഹാകഷ്ടം വരുന്നു. എന്നാൽ ഈ മഹാകഷ്ടത്തിന് സഭയെ ഒതുക്കാൻ കഴിയത്തില്ല. ഈ മഹാകഷ്ടത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജനം യേശുവിന് വേണ്ടി നിൽക്കും. അവർ ഉണർവിന്റെ വക്താക്കളായി നിൽക്കും. അതിനകത്ത് നമ്മളിൽ ചിലർ കൊല്ലപ്പെടും. എല്ലാവരും തീർച്ചയായും കൊല്ലപ്പെടത്തില്ല. അത് മറ്റൊരു സബ്ജക്റ്റാണ്. എപ്പോഴെങ്കിലും കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇറക്കാം. അവിടെ ആ സമയത്ത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിനെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഭയം ഉണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉറച്ചു നിന്ന് ഉണർവിന് വേണ്ടി നിൽക്കാനുള്ള കാലമെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയുടെ ആളുകളായി മാറാൻ പോവുകയാണ്. ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തും. കർത്താവ് പറഞ്ഞ പോലെ യോവേൽ പ്രവാചകന്റെ സകല ജഡത്തിന്മേലും കർത്താവ് ആത്മാവിനെ പകരാൻ പോവുകയാണ്. നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ പോവുകയാണ്. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവ്, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവസഭ കാണാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കയറും. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷനിൽ കൂടെ പോകുന്ന ഒരു ട്രെയിൻ പോകുന്ന പോലെ നിങ്ങൾ ആ ഉണർവിനകത്ത് കയറിയില്ലെങ്കിൽ നിങ്ങൾ അതിന് പുറത്തായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ദേശത്ത് ഉണർവ് വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഭാഗമായിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചു വേണം. വേദപുസ്തകം പറയുന്നു, അതിനുശേഷം അന്ത്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവസാനം വരും. കർത്താവ് നിങ്ങളെ ഏവരെയും ഈ വചനത്താൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്കൊരു ഉണർവിന് വേണ്ടി കാത്തിരിക്കാം.